ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ വിജിലൻസ് അന്വേഷണം എന്നുള്ള ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. നേരത്തെ 2 കോടതികൾ ഈ ആവശ്യം തള്ളിയിട്ട് മൂന്നാമതാണ് ഈ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഹൈക്കോടതി കൂടി തള്ളിയിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണ ആവശ്യം. താങ്കൾ എങ്ങനെയാണ് ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? വളരെ സിമ്പിൾ. PC ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിച്ച് എങ്ങനെയിരിക്കും? പിണറായിയുടെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പിണറായി അവിടെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ പിണറായി വന്ന് സല്യൂട്ട് ചെയ്തിട്ട് അന്വേഷിക്കുമോ? എന്താ അവർ ചെയ്യാ? അല്ല, ഇത് കോടതിയുടെ ഉത്തരവിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ ഷോൺ ജോർജ്. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. ഇവര് ആ ആവശ്യം തന്നെ വിജിലൻസ് കോടതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആവശ്യം തന്നെ ഒരു വലിയ ഫൂളിഷ്നെസ് ആയിരുന്നു. മാത്രമല്ല, അവരിപ്പോ കൊടുത്തേക്കുന്ന കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് നടന്നിട്ടുള്ളത്. ആ കോർപ്പറേറ്റ് ഫ്രോഡിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഓതറൈസ്ഡ് ആയിട്ടൊരു ഏജൻസി അല്ല ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത് മനഃപൂർവ്വമായി ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ഷോൺ ജോർജ്. ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ വസ്തുതകൾ കണ്ടെത്താനാകില്ല എന്നൊന്നും അല്ല കോടതി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഉത്തരവിന്റെ വിശദാംശം കിട്ടിയിട്ടില്ല. ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മതിയായ വസ്തുതയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം. അതിനർത്ഥം എന്താണ്? മതിയായ വസ്തുത കോടതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹർജിക്കാർക്കെന്നല്ലേ? അല്ലല്ല, കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകണം. അത് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കേസ് അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ 2019 ഒരു ഇറിഗേഷൻ വകുപ്പിന്റെ ഓർഡറും അതുപോലെ ഇവർക്ക് കൊടുത്തിട്ടുള്ള മണൽ കൊടുക്കാൻ എടുത്തിട്ടുള്ള ഓർഡറും സംബന്ധിച്ച് അതിന്മേലാണ് ഈ കേസിന്റെ ബേസ് നിൽക്കുന്നത്. അതിനകത്ത് പിണറായി വിജയൻ നേരിട്ട് ഇടപെടുകയോ ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടോ ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെ നിന്നും ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ള കോർപ്പറേറ്റ് ഫ്രോഡിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പരാമർശമില്ല. അതിനെ സംബന്ധിച്ച് ഇവിടെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ഫയൽ ചെയ്ത് കഴിഞ്ഞു. അത് ഡൽഹി ഹൈക്കോടതിയിൽ ഇതിനൊരു തടസ്സം നിൽക്കുന്നു. അത് അവർ ഫയൽ ചെയ്ത് കേസ് തടസ്സപ്പെടുത്താൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ അവർ ഫയൽ ചെയ്തൊരു കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ റിപ്പോർട്ട് പുറത്തു വരാത്തത്. അത് കൃത്യമായ സമയത്ത് വരും. അത് വന്നാൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഈ മാത്യു കുഴൽനാടനെതിരെ എടുത്ത വിജിലൻസ് കേസിന്റെ ചാർജ് 1.5 വർഷമായിട്ട് ഫയൽ ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാർ. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, പക്ഷെ എന്തായാലും കോടതി ഇതിൽ ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ അതിപ്പോ താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിച്ചാൽ എവിടെ വരെ എത്തും എന്നൊക്കെയുള്ള ചോദ്യം 2ാം ഘട്ടത്തിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ആവശ്യമായ വസ്തുതകൾ ഇവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമില്ലേ ശ്രീ ഷോൺ ജോർജ്? ചാനൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ തന്നൊരു ക്യാപ്ഷൻ ഇതൊരു ക്ലീൻ ചിറ്റാണ്. അപ്പൊ ആ ക്ലീൻ ചിറ്റിലേക്ക് കൊണ്ട കാര്യങ്ങൾ എത്തിക്കുന്നിടത്ത് അതും ഈ പരാതിക്കാരനും അഭിഭാഷകനും പൊതുപ്രവർത്തകനായ ഒരാൾ കൊണ്ട് എത്തിക്കാമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മനസ്സിലായില്ല? ഒരു ആവശ്യമില്ലാതെ കൃത്യമായ പ്രതി ചേർക്കേണ്ട ഒരു വിഷയത്തിൽ, കൃത്യമായ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതിന് എന്തിന് കോടതി പോയി? ആ കോടതി പോയ വിഷയത്തിൽ കോടതിക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും കോടതിക്ക് വിജിലൻസ് അന്വേഷണം ഓർഡർ ചെയ്യാൻ കഴിയുന്ന കണ്ടൻഷൻസ് അല്ല അവരെടുത്തിട്ടുള്ളത്. ഒരു കാരണവശാലും. അപ്പോ അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചു തന്നെ മോശമായി പോയി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അതായത് ഇത്തരത്തിലേക്ക് വിജിലൻസ് അന്വേഷണം, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്. അദ്ദേഹം പറയുന്നത് വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ഹർജിയുമായി കോടതിയിലേക്ക് പോയ ആ നടപടി തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയാണ് മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ചത്. കൂടാതെ ഗിരീഷ് ബാബു എന്ന പൊതുപ്രവർത്തകന്റെ ഹർജിയും ഉണ്ടായിരുന്നു. അദ്ദേഹം വാദം നടക്കുന്നതിനിടെ മരണമടഞ്ഞിരുന്നു. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു, രാഷ്ട്രീയ പ്രേരിതമായ ഹർജി എന്നത്. അത് കോടതി റദ്ദാക്കുകയാണ്. അത്തരം പരാമർശങ്ങൾ നല്ലതല്ല എന്ന് കോടതി പറയുന്നു. മറ്റൊന്ന്, മതിയായ വസ്തുതയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം എന്നുകൂടി ഹൈക്കോടതി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.